നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിൽ പ്രൊഫഷണൽ ടച്ച് ഉണ്ടാകുമെന്ന് തിരൂരങ്ങാടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PMA സമീർ. തിരൂരങ്ങാടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂരങ്ങാടി ചരിത്രപരമായ മണ്ണാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇടത് സർക്കാർ ഈ മണ്ഡലത്തിന്റെ നിരവധി പദ്ധതികളെയാണ് ഇല്ലാതാക്കിയത്. പരപ്പനങ്ങാടി IIST, പൂക്കിപ്പറമ്പ് പതിനാറുങ്ങൽ ബൈപ്പാസ്, അസാപ്പ് സ്കിൽ പാർക്ക്, ചീർപ്പിങ്ങൽ സയൻസ് പാർക്ക്, ന്യൂക്കട്ട് ടൂറിസം പദ്ധതി, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത പദ്ധതികൾ പാതിവഴിയിൽ നിൽക്കുകയാണ്. ഈ പദ്ധതികളെല്ലാം PK അബ്ദുറബും KPM മജീദ് MLAയും കഠിനാധ്വാനത്തിലൂടെ കൊണ്ടുവന്നവയാണ്. അവയാണ് ഇടത് സർക്കാർ ഇല്ലായ്മ ചെയ്തത്. അവയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് പരിശ്രമിക്കും. അതോടൊപ്പം ചെമ്മാട് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് കൃത്യമായ പഠനം നടത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. മണ്ഡലത്തിന്റെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്നും സമീർ പറഞ്ഞു. ഒരു നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആ നിയമസഭാ മണ്ഡലം ആകെത്തുകയിൽ പ്രതീക്ഷിക്കുന്നത് ഇയാൾ എന്താണ് ഈ മണ്ഡലത്തിനും ഈ നാടിനും നൽകുന്നത് എന്നുള്ളതായിരിക്കും. സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കിട്ടുന്ന ഒരാലോചനയായിരിക്കും അത്. ആ വികസന പ്രവർത്തനങ്ങളിൽ തിരൂരങ്ങാടിയുടെ മണ്ഡലം നമ്മൾ എൻ്റെ ചെറിയ സമയത്തെ ഒരു പരിശോധനയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കലിൽ എനിക്ക് കിട്ടുന്നത് ഈ കഴിഞ്ഞ 10 വർഷം നന്നായി കൊണ്ടുവരാൻ ശ്രമിച്ച പ്രോജക്റ്റുകളുടെ പ്രോഗ്രസ് അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് പലതും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് നിരാശാജനകമായ അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. അബ്ദുറബ് സാഹിബും മജീദ് സാഹിബും ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. വികസന രംഗത്തുള്ള ഒരു കുതിപ്പിന് അവസരം ലഭിക്കുമായിരുന്ന വലിയ കാര്യങ്ങളാണ് അബ്ദുറബ് സാഹിബിൻ്റെ കാലത്തൊക്കെ വന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ആണെങ്കിലും, സയൻസ് പാർക്കിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും, നമ്മുടെ അസാപ്പിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണെങ്കിലും, നമ്മുടെ ടൂറിസം രംഗത്തേക്കുള്ള പ്രോജക്റ്റ് ആണെങ്കിലും, നമ്മുടെ ബൈപ്പാസ് വലിയൊരു റോഡിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും, അതിൻ്റെ 10 കൊല്ലത്തെ ഒരു പല കാരണങ്ങളായിരിക്കാം. എന്നാലും ഈ പറയുന്ന ഈ ഭൂപ്രദേശത്ത് തിരൂരങ്ങാടി മണ്ഡലത്തിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് 10 കൊല്ലം കഴിഞ്ഞ് ഒരു തലമുറ കൂടി മുമ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അവരെ മുന്നോട്ട് പോകാൻ അവർക്ക് ലഭിക്കുമായിരുന്ന ഒരുപാട് ഫെസിലിറ്റികൾ അതിലില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ അതിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നതാണ്. അതെങ്ങനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ ആളുകൾക്ക് അർഹമായ വികസനം എത്തിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ളതാണ് ഏറ്റവും ഫോക്കസായിട്ട് ആ രംഗത്തുള്ളത് തോന്നിയത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാധാരണയായി എല്ലാവരും ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന ഒരു കാലത്ത് എന്നിട്ടും നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ റെസ്പോണ്ട് ചെയ്ത ആദ്യത്തെ കാരണം അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആദ്യത്തെ പ്രയാസം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അപ്പം വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയ ഒരു സംസ്ഥാനത്ത് എന്നിട്ടും നമുക്ക് ഇത്രയും എംപ്ലോയബിൾ ആയിട്ടുള്ള ഈ വിദ്യാഭ്യാസം ജോലിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു 2.5 ലക്ഷം ജനസംഖ്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജനസംഖ്യയുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ യൂത്തിൻ്റെ പ്രസൻസും തൊട്ട് താഴെയുള്ള ജൻസിയുടെ കടന്നുവരവും വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ് രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ ജോലി മുമ്പേ സാധ്യമായിരുന്ന, പ്രത്യേകിച്ച് തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ ഒരു ജോലിയുമായും കച്ചവടവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ടർ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇപ്പം രൂപം കൊണ്ടിട്ടുള്ള കാലാകാലങ്ങളിലായി വന്നു ഇപ്പം അതിൻ്റെ ഒരു പീക്കിലേക്ക് പോയി, ഒരു അൺറസ്റ്റ് സിറ്റുവേഷൻ. അവിടെയുള്ള ഈ അസാധാരണ സാഹചര്യം കൂടി വരികയാണെങ്കിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് തന്നെയായിരിക്കും അടുത്ത 10 വർഷം എടുത്ത് നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം. അതിന് നമ്മൾ ഇപ്പോൾ പണിയെടുക്കേണ്ടതുണ്ടാകും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മാൻ പവറിൽ നടത്തേണ്ട നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് പര്യാപ്തമായ ഫെസിലിറ്റിയും അതിന് പര്യാപ്തമായ സംവിധാനങ്ങളും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും വരണം. മൂന്നാമതായി തോന്നിയ ഒരു കാര്യം, നമ്മൾ എല്ലാം ഒരു ബിസിനസ് കോർപ്പറേറ്റ് എല്ലാം ഒരു മാർക്കറ്റായിട്ട് ലോകം മുഴുവൻ മാറി. അപ്പം അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ പ്ലസ്സും മൈനസിലും പ്ലസ് ആയിട്ടുള്ളൊരു കാര്യം, ഈ മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന ഭീമമായ ലാഭം അത് നിയമപ്രകാരം സമൂഹത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് CSR പ്രോസസ്സ്. സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിയമപരമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും അതിനർഹമായ ഒരു കോൺട്രിബ്യൂഷൻ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് ASഉം TSഉം ആവുന്നതിൻ്റെ ഇടയിൽ കരുതി കൂട്ടിയിട്ട് ഈ പറയുന്ന പ്രോജക്റ്റുകളെ നേരം വൈകിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളിപ്പം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ കണ്ടാണല്ലോ. പഞ്ചായത്തിന് അർഹമായി നിയമപ്രകാരം ലഭിക്കേണ്ട ഫണ്ടുകളാണ് തിരിച്ചെടുത്തത്.
അതുപോലെ ഈ പറയുന്ന ഗവൺമെൻറ് അവസാനം എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ഒരു പ്രയോറിറ്റി വെച്ച് ബാക്കി എല്ലാത്തിനെയും പേപ്പറിൽ വെക്കുക. പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനവും ഈ പ്രോജക്റ്റ് ഉദ്ഘാടനവും പാതി വഴിയിൽ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുക. ആ ഒരു ഫോക്കസിൽ നിന്ന് മാറിയിട്ട് ഒരു മണ്ഡലം, ഇങ്ങനത്തെ 140 മണ്ഡലം ഉണ്ടല്ലോ, 140 മണ്ഡലങ്ങളുടെ മിക്ക മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ റെപ്രസെൻറ്റേഷനുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ സ്ഥിതിയുണ്ട്. അപ്പം അത് ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന ഗതാഗതക്കുരുക്ക് ഇവിടെ ഒരു പ്രയോറിറ്റി ഇഷ്യൂ ആണ്. അത്തരത്തിലുള്ള ആ ഒരു പ്രയോറിറ്റി കണക്കാക്കി ഈ പറയുന്നതോടൊപ്പം തനത് പദ്ധതിക്ക് രൂപം നൽകാൻ ആകെയുള്ളത് 5 കൊല്ലമാണല്ലോ. ആ 5 കൊല്ലത്തേക്ക് ഒരു പദ്ധതി കേരളത്തിൽ സാധാരണയായി തീരാനെടുക്കുന്ന ഒരു മിനിമം സമയമുണ്ട്. അതുകൊണ്ട് സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ വരേണ്ടത് സ്ലോ ആയത് കൊണ്ടുവരാനും ആരംഭിക്കേണ്ടത് പെട്ടെന്ന് ആരംഭിക്കാനും വേണ്ടി ശ്രമിക്കും. അത് ASഉം TSഉം ആവുന്നതിൻ്റെ ഇടയിൽ കരുതി കൂട്ടിയിട്ട് ഈ പറയുന്ന പ്രോജക്റ്റുകളെ നേരം വൈകിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മളിപ്പം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ കണ്ടാണല്ലോ, പഞ്ചായത്തിന് അർഹമായി നിയമപ്രകാരം ലഭിക്കേണ്ട ഫണ്ടുകളാണ് തിരിച്ചെടുത്തത്. അതുപോലെ ഈ പറയുന്ന ഗവൺമെൻറ് അവസാനം എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ഒരു പ്രയോറിറ്റി വെച്ച് ബാക്കി എല്ലാത്തിനെയും പേപ്പറിൽ വെക്കുക. പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനവും ഈ പ്രോജക്റ്റ് ഉദ്ഘാടനവും പാതി വഴിയിൽ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുക. ആ ഒരു ഫോക്കസിൽ നിന്ന് മാറിയിട്ട് ഒരു മണ്ഡലം, ഇങ്ങനത്തെ 140 മണ്ഡലം ഉണ്ടല്ലോ, 140 മണ്ഡലങ്ങളുടെ മിക്ക മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ റെപ്രസെൻറ്റേഷനുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ സ്ഥിതിയുണ്ട്. അപ്പം അത് ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന ഗതാഗതക്കുരുക്ക് ഇവിടെ ഒരു പ്രയോറിറ്റി ഇഷ്യൂ ആണ്. അത്തരത്തിലുള്ള ആ ഒരു പ്രയോറിറ്റി കണക്കാക്കി ഈ പറയുന്നതോടൊപ്പം തനത് പദ്ധതിക്ക് രൂപം നൽകാൻ ആകെയുള്ളത് 5 കൊല്ലമാണല്ലോ. ആ 5 കൊല്ലത്തേക്ക് ഒരു പദ്ധതി കേരളത്തിൽ സാധാരണയായി തീരാനെടുക്കുന്ന ഒരു മിനിമം സമയമുണ്ട്. അതുകൊണ്ട് സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ വരേണ്ടത് സ്ലോ ആയത് കൊണ്ടുവരാനും ആരംഭിക്കേണ്ടത് പെട്ടെന്ന് ആരംഭിക്കാനും വേണ്ടി ശ്രമിക്കും. കൃത്യമായിട്ട് അതിൽ ഇടപെടണമെന്നും അത് ഇവിടുത്തെ ഒരു ലീഡിങ് ഇപ്പോഴുള്ളൊരു ഡിമാൻഡാണ് എന്നുള്ളതും കൃത്യമായി പാർട്ടി നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരാൾ ഷോപ്പിങ്ങിന് വരണമെങ്കിൽ അയാളല്ല വരുന്നത്, ഒരു വാഹനമാണ് വരുന്നത്. വല്ലാത്തൊരു ഷോപ്പിംഗ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ് കൊണ്ടെങ്കിൽ ഈ ഫെസിലിറ്റി മാറണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ വീടുകളിലേക്കാണ് എത്തുക. ആ വീടുകൾ കൂടിയതാണല്ലോ നമ്മുടെ തിരുവങ്ങാടി മണ്ഡലം, ചെറുതാവൂല അതിൻ്റെ ഒരു പ്രശ്നം. ടൂറിസം പദ്ധതിയിൽ കാര്യമായിട്ട് അതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 5 കൊല്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ ടൂറിസം പദ്ധതി ആകെ ഒരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നിങ്ങൾ നോക്കിയാൽ പ്രത്യേകിച്ച് ഞാൻ വരുന്നത് ബേപ്പൂർ മണ്ഡലത്തിൻ്റെ അരികെ നിൽക്കുന്ന കടവ് റിസോർട്ടിൻ്റെ തൊട്ടടുത്തുനിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഈ ടൂറിസം എപ്പോഴും ഒരു പദ്ധതിക്ക് പകരം ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാത്രം മാറിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ പരപ്പനങ്ങാടിയിലെ ടൂറിസം പദ്ധതിക്ക് ഏറ്റവും സൂട്ടബിൾ അല്ലേ. ആസ് യു സെറ്റ്, ഇത് വയലോരങ്ങളുണ്ട്, സീസൈഡ് ഉണ്ട്, നല്ല ഒരു ഫെർട്ടൈൽ ലാൻഡ്, അത് കൃഷിക്കാണെങ്കിലും ടൂറിസത്തിനാണെങ്കിലും പദ്ധതികളൊക്കെ മനോഹരമായി വന്നിരുന്നു. പക്ഷെ 5 കൊല്ലം കൊണ്ട് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഒരു ഇര കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ മെല്ലപ്പോക്ക്. ജനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ പുറമെ റോഡ് പാലത്തിന് പുറമെ എഡ്യൂക്കേഷനും ആരോഗ്യമൊക്കെ പറഞ്ഞു അതിന് ജനങ്ങൾക്ക് ഇന്ന CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ PSC കോച്ചിങ് സെന്റർ അല്ലെങ്കിൽ വേറെ സിവിൽ സർവീസ് അക്കാദമി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഒരു പബ്ലിക്കിന് മുന്നിൽ അനൗൺസ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ പഠിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? CSR ഫണ്ടിൻ്റെ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന അതിലുള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഞാനിവിടെ സ്വാഭാവികമായി മത്സരിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത അത്തരം ആളുകൾ പറയും. അവർ 1-2 കോർപ്പറേറ്റുകൾ ഓഫർ ചെയ്തത് എങ്ങനെയാണ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ CSRന് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഏതിലാണ് ചിലവഴിക്കുക, അതിലാണ്. ഇപ്പോൾ സ്വാഭാവികമായും അത് രണ്ടാണല്ലോ CSRൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഹൗസിംഗ് അത്ര പ്രയോറിറ്റിക്ക് സാധ്യതയില്ല ഇന്നത്തെ കാലത്ത്. ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് CSRൻ്റെ യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പദ്ധതി ഇവിടെ തയ്യാറാക്കിയാൽ CSR ഒരു ബുദ്ധിമുട്ടില്ല എന്ന് നടത്താൻ പറ്റും. നമ്മൾ മുണ്ടക്കൈ ചൂരൽമലയിൽ അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. മുണ്ടക്കൈ ചൂരൽമലയിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അന്ന് അവിടെ മരണപ്പെട്ട ആളുകളുടെ മക്കൾക്ക് എവിടെയാണോ വിദ്യാഭ്യാസത്തിൻ്റെ പോയിന്റിൽ അവർ നിന്ന് പോയത് അവിടെ നിന്ന് ഇപ്പോഴും അവർ പഠിക്കുന്ന ഒരു CSR ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള കേരളയിലെ തന്നെ ഒരു എലിജിബിൾ CSR കമ്പനിക്ക് വേണ്ടി അവർ എവിടെയാണോ എത്രയാണോ ഫീ, ആ ഫീ അന്ന് മുതൽ ഈ പറയുന്ന കമ്പനി കൊടുക്കും.
നേരത്തെ 20,000-30,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തിരുവനന്തപുരം ലാസ്റ്റ് മത്സരിച്ച സമയത്ത് 5,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതുപോലെ തന്നെ പിന്നീട് KPR മജീദ് അവർ 9,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. അതിന് മറികടക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മാജിക്? എൻ്റെ കയ്യിലല്ല ഇതിൽ മാജിക് ഉള്ളത്, ഇവിടുത്തെ വോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. കാരണം ലാസ്റ്റ് നടന്ന 2 ഇലക്ഷൻ, LSDD ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും, ആ 2 കണക്കാണല്ലോ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യേണ്ടത്. അത് രണ്ടും അതിൻ്റെയൊക്കെ മടങ്ങ് മൾട്ടിപ്പിൾസിലാണ് വന്നത്. ഇവിടെ ജനങ്ങൾ കാത്തിരിക്കുക, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും കാത്തിരിക്കുകയാണ് ഇതൊന്ന് മാറണമെന്നുള്ളത്. കാരണം ആളുകളെല്ലാം അപ്ഡേറ്റഡ് അല്ലേ, മീഡിയയിലുള്ള ആളുകൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറിയുന്നതല്ലേ. ഫാക്ട് ചെക്ക് എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ടൈം പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. ആ UDFൻ്റെ വിജയം എന്നല്ല, ഈ കേരള ജനതയുടെ വിജയമാണ് UDF ഭരണത്തിലേക്ക് എത്തുന്നതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ജില്ലാ എന്തായാലും വരേണ്ട, ഈ ഹെൽത്ത് കെയറിൽ വരേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. അന്നേരം നമ്മൾ എന്താണോ അവിടെ വേണ്ടത് അവിടെ ചെയ്യൽ നിർബന്ധമാണല്ലോ. കാരണം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത്രയും മോശമാക്കിയ പോർട്ട്ഫോളിയോ ഏതാ? നിങ്ങൾ തന്നെ പല പ്രാവശ്യം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഹെൽത്ത് കെയർ ആണ്. വരുന്നുണ്ട്. അപ്പം ഏതായാലും വളരെ സന്തോഷം. നമ്മൾ ഇതൊരു തുടക്കമാണ്. കുറേ കാര്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് ഈ കാര്യമൊക്കെ ഭംഗിയായിട്ട് പറയാനും ഗൈഡ് ചെയ്യാനും പറ്റുന്ന റിസോഴ്സാണ് നിങ്ങൾ. അപ്പം ആ അഡ്വൈസ് എല്ലാ സമയത്തും കൃത്യമായിട്ട് തരണം. ഈ ഒരു ബന്ധം നിലനിൽക്കണം. എന്ത് പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പാർലമെൻ്ററി രംഗത്തെ കന്നിക്കാരനാണ്. ആകെ ഉള്ളത് എന്താ വെച്ചാൽ ഇത് പൊതുപ്രവർത്തനത്തിന് വേണ്ടി തീരുമാനിച്ചിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പം അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണം. താങ്ക് യു സോ മച്ച്.